ഇതാണ് ഗൈസ് നമ്മുടെ അമ്പുത്തിമല. കരടിപ്പാറ ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമം കാണിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കരടിപ്പാറയിൽ നിന്ന് വലത്തോട്ട് പോയ ചുല്ലോട് കേട്ടോ. ഇനി നമ്മൾ ഈ റോഡ് ഇടത്തോട്ട് പോയാൽ അമ്പലവയലാട്ടോ, നമ്മുടെ അമ്പലവയൽ. കരടിപ്പാറയിലെ മെയിൻ ബസ് സ്റ്റോപ്പൊക്കെ വരുന്ന സ്ഥലമാട്ടോ ഇത്. ഇവിടെ നിന്നാണ് കരടിപ്പാറ തുടങ്ങുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടക സ്റ്റോറുണ്ട്, വീടുകളുണ്ട്. ഇവിടെ തത്തനംപള്ളി സ്റ്റോറിൽ നിന്നാണ് നമ്മുടെ കരടിപ്പാറ ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് നമ്മൾ കയറും കേട്ടോ. ഇവിടെ ഒരു കോഴിക്കടയുണ്ട് കേട്ടോ. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കോഴിക്കടയുണ്ട്. പുള്ളിക്കാരൻ്റെ തന്നെ ഞാൻ കോഴീൻ്റെ വിലയൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിക്കുക. ഇവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ബീഫ് സ്റ്റാളുമുണ്ട്. ബീഫ് വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാം കേട്ടോ. ഇവിടെ റോഡ് പണി കേട്ടോ. ഞങ്ങൾ റോഡ് പൊളിച്ചിട്ട് ഏകദേശം 2 വർഷമായി. റോഡ് പൊളിച്ചിട്ടിട്ട് പൊടിക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ടോ. ഇപ്പോൾ ഇത് കൂടെ 2 വീലറിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതൊക്കെ ഫുള്ള് കല്ല്, അവിടെ ഇവിടെയൊക്കെ ചെതറി കിടക്കും. സ്കൂട്ടിയോ ബൈക്കൊക്കെ ഇതിലൂടെ കൊണ്ടുപോകുമ്പോൾ ഒക്കെ തെന്നിയായിരുന്നു കേട്ടോ. ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ തെന്നിയായിരുന്നു. ഇപ്പോൾ കല്ലൊക്കെ സൈഡിലേക്ക് നീങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും നടുക്കിലൂടെ പോയാൽ കുറച്ചും കൂടി സേഫ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, കല്ലൊക്കെ സൈഡിലേക്ക് നീങ്ങിട്ടോ. ആ സൈഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തെന്നും. എല്ലാവരും സെൻറ്ററിലൂടെ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോവാം. ഇപ്പോൾ വണ്ടിയൊക്കെ പോയി നടുക്ക് വശം ഉറച്ചു. നടുക്ക് കൂടെ നമുക്ക് കുഴപ്പമില്ലാത്ത പോവാട്ടോ. പിന്നെ റോഡിൻ്റെ ഇരുവശത്തും വീടുകളുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഫുള്ള് പൊടി വീട്ടിലോട്ടാട്ടോ, തുണിയിലോട്ടും ഡ്രസ്സിലോട്ടൊക്കെയാണ് കേട്ടോ ഫുള്ള് പൊടി. ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ഏറ്റവും ഒരു മര്യാദ അല്ലാതെ ചിലവർക്ക് നല്ല സ്പീഡിലാട്ടോ വരിക. ഇതൊക്കെ ഈ കാറൊക്കെ വരുന്നത് നല്ല സ്പീഡിൽ പൊടിയും തെറിപ്പിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ആ കാറ് പോയപ്പോഴുള്ള പൊടിയാട്ടോ നിങ്ങൾ കാണുന്നത്. നോക്കി എന്തോരം പൊടിയാന്ന് നോക്കുക. കാറ് പോയപ്പോൾ ഒറ്റ കാറ് പോയപ്പോഴുള്ള പൊടിയാട്ടത്. ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയാലും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സ്ഥലമാട്ടോ ഇത്. നമ്മുടെ ഈ റോഡിലൂടെ പോയാൽ താളൂർക്ക് എത്താം, കൊടുവഞ്ചാലിക്ക് എത്താം, അമ്പലവേലിക്ക് എത്താം. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ റോഡാട്ടോ ഇത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സേ, ഈ റോഡ് സൈഡിൽ തന്നെ കേട്ടോ എൻ്റെ വീട്. ഞാൻ കാണിച്ചു തരാതാ. ആ കാണുന്ന വീടില്ലതാ, ഈ കാണുന്ന വീടാട്ടോ എൻ്റെ വീട്. ഇതാട്ടോ എൻ്റെ വീട്. ഇതേ കണ്ടില്ല ഇടത്തോട്ടുള്ള റോഡ്. അവിടെ നിരവധി വീടുകളുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഗ്രാമത്തിലെ മെയിൻ ടൗൺ എത്തിയിട്ടോ. കരടിപ്പാറയിലെ മെയിൻ ടൗൺ ആട്ടോ ഈ ഭാഗം. ഇവിടുത്തെ മെയിൻ പലചരക്ക് കട കേട്ടോ, ഡാനി സ്റ്റോർ. പിന്നെ ഇവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സ് ഹാർഡ്വെയർ. പിന്നെ ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ടൗണിൽ നമ്മൾ മുടി വെട്ടാൻ പോകുന്ന പൈസ ഒന്നും ഈ ബാർബർ ഷോപ്പിൽ വേണ്ട കേട്ടോ. മിതമായ നിരക്കിൽ പുള്ളിക്കാരൻ മുടിയൊക്കെ വെട്ടുണ്ടോ. ഈ ഗ്രാമത്തിലെല്ലാവരും ഈ കടയിൽ നിന്നാട്ടോ വെട്ടുന്നത്. ഞാനും മുടി വെട്ടുന്ന കട കേട്ടോ ഇത്. അയാളെ മുടിവെട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടക്കട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാണ് കരടിപ്പാറ പള്ളീൻ്റെ അടുത്തുള്ള ചിക്കൻ കട കേട്ടോ. 3 കിലോമീറ്ററൊക്കെ ചിക്കൻ മേടിക്കുന്നവർക്ക് ചിക്കൻ ഡെലിവറി ഫ്രീ ആട്ടോ. 3 കിലോമീറ്റർ ചുറ്റളവിൽ. അടുത്ത ഷോപ്പ് എന്ന് പറഞ്ഞാൽ മുജീബ് സ്റ്റോർ കേട്ടോ. ഇവിടെ മെയിനായിട്ട് ചായ കിട്ടുന്ന സ്ഥലം കേട്ടോ. ചായ, ഐസ്ക്രീം, പലചരക്ക് സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു പലചരക്ക് കടയുണ്ട് കേട്ടോ, കരടിപ്പാറ സ്റ്റോർ. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ ഗ്രാമത്തിലെ റേഷൻ കട. ഇപ്പോൾ അടച്ചിട്ട് കേട്ടോ, 4 മണിക്കാണ് തുറക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി. കരടിപ്പാറയിലെ മെയിൻ പള്ളിയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കരടിപ്പാറ മേലെ അങ്ങാടിയിലേക്ക് പോകട്ടോ. ഭാഗ്യത്തിന് ഈ കയറ്റം മാത്രം അവർ പൊളിച്ചിട്ടില്ല കേട്ടോ. അവസാനം ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ഒഴിവാക്കിയിട്ടതായിരിക്കും. എന്തായാലും ഇതിലൂടെ പോകാൻ സുഖം കേട്ടോ. പൊളിക്കാത്തതുകൊണ്ട് സുഖമായി. പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയായിരുന്നു.
അങ്ങനെ നമ്മൾ മേലേങ്ങാടി എത്തിയിട്ടോ. ദാ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുക കേട്ടോ. ദാ ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പലചരക്കട, ലോട്ടറി കട, തയ്യൽക്കട, അങ്ങനെ ചായക്കട, ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നൊക്കെ എല്ലാം ലീവാണ്. ഞായറാഴ്ച കൊണ്ടായിരിക്കും ലീവ്. ഇനി നമുക്ക് ക്ലബിലേക്കൊന്ന് പോയേക്കാം. താളൂർ റോഡ് ഇറങ്ങിയ കാണുന്നതാണ് ക്ലബ്ബ്. ഇതാട്ടോ ഞങ്ങളുടെ ക്ലബ്ബ്, നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരടിപ്പാറ. ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓണം പരിപാടി അടിപൊളിയാട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് കരടിപ്പാറ ബ്രാഞ്ച്. ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ അംഗനവാടി. ഈ അംഗനവാടിയും പോസ്റ്റ് ഓഫീസും ക്ലബ്ബൊക്കെ ഒരു കെട്ടിടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. കോറിൻ്റെ അവിടുത്തെ കെട്ടിടത്തിലാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഗ്രൗണ്ട്, കോറി ഗ്രൗണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇതാ സ്റ്റേജ് ഒക്കെ, ആ സ്റ്റേജിലാട്ടോ ഓണാഘോഷ പരിപാടിയൊക്കെ നടത്തുന്നത്. പിന്നെ ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ഇതാ ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അതാ ഗ്രൗണ്ടിൽ. വിശാലമായ ഗ്രൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്ഥലം കാണാം. ഇതാണ് നമ്മുടെ കോറി. ഇതാണ് കോറി കേട്ടോ. കാണിച്ചു തരാം. ഇതാട്ടോ ഞങ്ങളുടെ കോറി. ഏകദേശം ഇതാ ഈ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഈ പാറയൊന്നും കാണൂല കേട്ടോ. ഫുള്ള് വെള്ളം മൂടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ റോഡിൻ്റെ ആവശ്യത്തിനും എല്ലാ ആവശ്യത്തിനും ഇവിടെ നിന്നാട്ടോ വെള്ളം എടുക്കുന്നത്. പിന്നെ വേനൽക്കാലമല്ലേ, അതുകൊണ്ടായിട്ട് ഇങ്ങനെ വറ്റിയിട്ട് വരണ്ടിയിരിക്കുന്നത്. ഈ കാണുന്ന കല്ലൊന്നും കാണില്ല, ഫുള്ള് ഈ സ്റ്റെപ്പ് മൊത്തം നിറയെ വെള്ളമായിരിക്കും കേട്ടോ. നിരവധി ആൾക്കാർ നീന്തൽ പഠിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഡാമാട്ടത്. ഇപ്പോൾ ഇതൊക്കെ ഫുള്ള് മാലിന്യമായി, കുപ്പി വേസ്റ്റ് ഫുള്ള് ഇതൊക്കെ ആയിട്ടോ. ഇപ്പോൾ ഇതിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞ് ചാവും കേട്ടോ. ഇനി നമുക്ക് അമ്പലം റോഡ് ചാടാം. ഇതാണ് അമ്പലം റോഡ്, കോളനി റോഡ് എന്ന് പറയും. ഇതിൽ നേരെ പോയ കോളനിയിലാണ് അവസാനിക്കുക. പിന്നെ പാമ്പിളേക്കും ചാടും. ആ റോഡും നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഇവിടെ ഒരു വാറ്റുവര ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വാറ്റുവരയല്ല, പണ്ട് വാറ്റുവര ഉണ്ടായിരുന്നു ഇവിടെ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിനായി. ഇതാണ് കരടിപ്പാറ അയ്യപ്പ ക്ഷേത്രം. ഇപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവം കഴിഞ്ഞത്. കുറച്ച് ദിവസമായിട്ടുള്ളൂ പ്രതിഷ്ഠാ മഹോത്സവം കഴിഞ്ഞ്. ഒരു 4 ദിവസത്തെ പരിപാടിയാണ്. ഇപ്പോൾ അടിപൊളിയാക്കി, അമ്പലമൊക്കെ സൂപ്പറാക്കി. 7-8 വർഷങ്ങളായിട്ട് ഉത്സവവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അമ്പലം പുതുക്കി പണിയായിരുന്നു. ഈ വർഷമാണ് അമ്പലം മൊത്തം പണിഞ്ഞു കഴിഞ്ഞത്. ഇപ്പോൾ അടിപൊളി അമ്പലമായി. ഈ അമ്പലത്തിൽ ഒരു ആൽമരമുണ്ട് കേട്ടോ. ഈ ആൽമരമാണ് കേട്ടോ ഇവിടുത്തെ ഈ അമ്പലത്തിന് ഭംഗി കൊടുക്കുന്നത്. ഇനി നമുക്ക് കരടിപ്പാറയിൽ ഒരു സ്കൂൾ കാണാം, ഐശ്വര്യ വിദ്യാമന്ദിരം സ്കൂൾ. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാട്ടോ. ഓക്ക് വലിയൊരു പൊറ്റ്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഷ കേട്ടോ അത്. ഇതാട്ടോ കരടിപ്പാറിലെ ഐശ്വര്യ വിദ്യാമന്ദിരം സ്കൂൾ. വെക്കേഷൻ ടൈം ആട്ടോ, അതുകൊണ്ട് സ്കൂൾ അടച്ചിരിക്കുന്നു. ഈ ഗേറ്റൊക്കെ അടച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ റോഡ് തന്നെ നേരെ പോവാട്ടോ. ഇവിടെ നല്ല കട്ടർ കേട്ടോ. ഇവിടെ ഭയങ്കര, ഈ റോഡൊക്കെ നല്ല കട്ടർ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല ടാറിങ് ഉണ്ട്. ഈ റോഡ് നേരെ പോയ കോളനിലേക്കുള്ളതാണ്. പിന്നെ പാമ്പളേക്കും പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ മുതൽ നല്ല റോഡാട്ടോ. ഇവിടെ മുതൽ നല്ല റോഡാട്ടോ. ഇവിടെ മുതൽ നല്ല ടാറിങ് ആട്ടോ. കോളനി വരെ നല്ല റോഡാട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല കാടുകളാട്ടോ. കണ്ടാൽ പേടിയാവും. ഇപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി നല്ലൊരു പ്ലോട്ടൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ വീടുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭീകരമായ കാടുകളായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ വീടുകളൊക്കെ ആയിട്ടോ. അപ്പുറ സൈഡൊക്കെ ധാരാളം വീടുകളായിട്ടോ. ഇതൊക്കെ നല്ലൊരു അടിപൊളി വീട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഈ ഭാഗത്തൊരു വാറ്റുവരയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാറ്റുവരയൊന്നും ഇല്ല. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ വാറ്റുവര ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വാറ്റുവരയൊന്നും കാണുന്നില്ല. ഇവിടെ എത്തിയ നല്ല തേയിലത്തോട്ടം നോക്ക്. ഇവിടെ ഇവിടെയൊക്കെ നല്ല ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. അങ്ങോട്ട് കുറേ തേയിലത്തോട്ടങ്ങൾ. തേയില കാര്യപ്പാറ തേയില കാണണമെങ്കിൽ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വരണം കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ധാരാളം തേയില ഉണ്ട് കേട്ടോ. ഇതാ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയാൽ ഇതാ അവിടെ ഇട്ട കോളനി. നമ്മൾ കോളനിക്ക് പോവില്ല, നമ്മൾ നേരെ പാമ്പളയ്ക്ക് പോട്ടോ. പാമ്പള റോഡ് ഇട്ടത്. പാമ്പളയ്ക്ക് ഇറങ്ങുന്ന റോഡ് ആദ്യം ഇതാ ഇവിടെ കുറച്ച് വരെയുള്ളൂ കേട്ടോ ടാറിങ്. അത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ മണ്ണിട്ട് റോഡായിരുന്നു. ഇപ്പോൾ ഫുള്ള് ടാറിങ് ചെയ്തു. താഴെ പാമ്പള എത്തുന്നവരെ ടാറിങ് ചെയ്തു കേട്ടോ. ഇതാ പുതിയ ടാറിങ് ഇതാ ഇവിടെ മുതൽ അങ്ങോട്ട് ടാറിങ് ചെയ്ത് കേട്ടോ. താഴെ അവിടെ എത്തുന്നവരെ ടാറിങ് കേട്ടോ. ഇതൊക്കെ പുതിയ ടാറിങ് അപ്പം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ട് കേട്ടോ. വീടുകൾ വരുന്നുണ്ട്, പുതിയ കുറേ വീടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ടാർ ചെയ്ത് കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ. ഇപ്പോൾ സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാം കേട്ടോ. അത് മഴക്കാലത്തൊന്നും ഈ റോഡിൽ കൂടെ വരാൻ കഴിയില്ല, കാരണം വണ്ടിയൊക്കെ തെന്നും. ഞങ്ങളിത് ഈ കുത്തനായ ഇറക്കത്തിലൂടെ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇറക്കാട്ടോ ഇത്. നല്ല ബ്രേക്കുള്ള വണ്ടിക്ക് ഇതിൽ കൂടെ വരാൻ കഴിയുള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല ഇറക്കാട്ടോ, നല്ല വലിയൊരു ഇറക്കാട്ടോ അത്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പാമ്പള റോട്ടിലേക്ക് ചാടിയിട്ടോ. അങ്ങനെ പാമ്പള റോഡിൽ കൂടെ ചാടിയപ്പോൾ ഇതാ വയൽ കാണുന്നു. നല്ല വാഴക്കൃഷി നോക്ക്. അപ്പുറ സൈഡും ഇപ്പുറ സൈഡൊക്കെ വാഴക്കൃഷി കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി സൈഡാക്കി. എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ താറാവ് കൂട്ടങ്ങളെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി നിർത്തിയത്. എന്തൊരു മനോഹരമായ കാഴ്ച നോക്കി ഇവർ വെള്ളത്തിൽ കളിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അങ്ങനെ ഈ കാഴ്ച കണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോകട്ടോ. ഇവിടെ കുറേ ആൾക്കാർ കർഷകരുണ്ട് കേട്ടോ. അതാ ഒരു കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന കുറേ കർഷകരുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ നോക്ക്, ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ പാമ്പളക്കാരെ പള്ളി കേട്ടോ ഇത്. ഇത് പാമ്പളയുടെ താഴെ ഭാഗം കേട്ടോ. ഇനി നമ്മൾ മേലെ ഭാഗത്തിലേക്ക് പോകുന്നു കേട്ടോ. ഈ താഴെ ഭാഗം ഈ ഭാഗത്തൊക്കെ കുറേ കട്ടറുണ്ട് കേട്ടോ. ഭയങ്കര കട്ടർ റോഡാട്ടോ. ഇനി നമ്മളൊരു കയറ്റം കയറാൻ പോവാട്ടോ. ഭയങ്കര കയറ്റാട്ടോ. പക്ഷേ ഇടയ്ക്ക് ഫുള്ള് കട്ടറും ഉണ്ട് കേട്ടോ. ഈ കയറ്റത്തിൽ കട്ടറും ഉണ്ട്, അതാണ്. അങ്ങനെ കുത്തനുള്ള കയറ്റം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറി ഇതാ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. നമ്മളവിടെ കല്ലിപ്പാറയിൽ നിന്ന് കണ്ടില്ലേ, ആ റോഡാട്ടോ ഇത്. നേരെ വടുവഞ്ചാൽ പോയി ടച്ച് ചെയ്യുന്ന റോഡാട്ടോ. അങ്ങനെ ഞങ്ങളത് മെയിൻ റോഡിലെത്തി, പാമ്പള മെയിൻ റോഡിലെത്തി കേട്ടോ. ഈ റോഡ് അങ്ങനെ വടുവഞ്ചാൽ എത്തുന്നവരെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പണിയും എവിടെ എത്തിയിട്ടില്ല. അത് വെറുതെ കല്ലിങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. അവിടം വരെ ഉണ്ട് കേട്ടോ റോഡ്. കരടിപ്പാറ മുതൽ വടുവഞ്ചാൽ വരെ കടന്നു വന്ന ഈ റോഡിൽ കുറേ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം പാമ്പള കഴിയാനായിട്ടോ. പാമ്പള ഏകദേശം ഇവിടം വരെയേ ഉള്ളൂ. ഇനി നേരെ പോയാൽ നമുക്ക് വടുവഞ്ചാലെത്തും.
അതുകൊണ്ട് ഞങ്ങൾ തിരിക്കട്ടോ, ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോവാണ്, കരടിപ്പാറിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകാൻ ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം തേയിലകളുണ്ട് കേട്ടോ. തേയിലകൾ നോക്കി നോക്ക്, എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഈ വഴി ശരിക്കും പൊതുവഴിയല്ല കേട്ടോ, സ്വകാര്യ വഴി കേട്ടോ. ഇവിടെ 3-4 വീടുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമുള്ള വഴി കേട്ടോ. ഞങ്ങൾ ഈ വഴിയുടെ ഭംഗി കണ്ടപ്പോൾ ഇതിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച. അങ്ങനെ ഈ വഴി അവസാനിച്ചിട്ടോ. ഇനി ഞങ്ങളെ റോട്ടിലേക്ക് ഞങ്ങൾ ചാടും കേട്ടോ. അങ്ങനെ ദാ കണ്ടില്ലേ കല്ലിട്ട റോഡ്, ഞങ്ങൾ റോഡിലേക്ക് അങ്ങോട്ട് ചാടി, മെയിൻ റോഡിലേക്ക് അങ്ങോട്ട് ചാടിയിട്ടോ. ഇതാട്ടോ പാങ്ങത്തെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ കരടിപ്പാറയിലേക്ക് പോകട്ടോ. നമ്മൾ വന്ന സ്ഥലമല്ലേ, ആ ഭാഗത്തേക്ക് പോകട്ടോ. ഇതൊക്കെ ഫുള്ള് കല്ലാട്ടോ. നമ്മളെ കരടിപ്പാറ ഭാഗത്തൊക്കെ കല്ല് ഏകദേശം സെറ്റായി, പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോഴും തിരക്കെടുക്കാം കേട്ടോ. നടുക്കിലൊരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വണ്ടി പോകാനുള്ള, 2 വീലറൊക്കെ പോകാനുള്ള ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോകട്ടോ. പിന്നെ അതെ ഈ ഭാഗത്ത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതവിടെ ഈ ഭാഗവും പാമ്പള കേട്ടോ, പാമ്പള കേട്ടോ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ എൻ്റെ ഗ്രാമത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.